ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ദിവസം എന്നെ ലോക്കപ്പിൽ കയറ്റാന്നുള്ള തന്റെ കൊതി, അതൊരുമാതിരി പട്ടിയുടെ വായിലിരിക്കുന്ന ഇറച്ചി കഷ്ണം നോക്കി പൂച്ചയുടെ ഇരിപ്പ് പോലെ. ഇറച്ചി കഷ്ണം ഒട്ട് കിട്ടൂല, പട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടം പണി കിട്ടുകയും ചെയ്യും. രാഘവേട്ടൻ എങ്ങോട്ടേ ഓടുന്നു? പതുക്കെ പോയാ മതി. രാഘവേട്ട, ഒന്ന് വേഗം തുറക്ക്. എന്താ എത്ര ധൃതി? നീ തുറക്ക് പാമേ. ആ, ഇതെങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? എന്താ രാഘവേട്ട, എന്താ ഈ വെപ്രാളം കാണിക്കുന്നേ? എന്താ നിങ്ങളീ നോക്കുന്നേ? ഞാനത് എവിടെയോ കണ്ടതാ, പക്ഷെ എവിടെ നടന്നൂടാ. ഇവിടെ എന്തോ ഉണ്ടെന്നാ നിങ്ങളീ പറയുന്നത്? ഇവിടെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? എന്ത് കണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വർണ്ണമുണ്ട്, ഇവിടെ ഇവിടെ ഉണ്ട്. സ്വർണ്ണോ? ഇവിടെ ഉണ്ട്. ഇവിടെ സ്വർണ്ണോ? അതേന്ന്, വിഷുവിന്റെ ഹോട്ടലേ അവര് മറന്നു വെച്ചിട്ട് പോയ ആ സ്വർണ്ണം ഉണ്ട്. അതിവിടെ ഉണ്ട്, ഞാൻ കണ്ടതാ. നിങ്ങൾക്ക് എന്തോ കാര്യമായ മാനസിക പ്രശ്നം രാഘവേട്ട. മറവിയല്ല, നിങ്ങളെ മറവിക്കല്ല ചികിത്സിക്കേണ്ടത്. ഇനി ഇത് വെച്ചോണ്ടിരുന്നാലേ നിങ്ങൾ മുഴു ഭ്രാന്തരായിട്ട് മാറും. ഒന്ന് പോവാമേ. വാ, എണീക്ക്. വാ രാഘവേട്ട, ഇങ്ങനെ ഭ്രാന്ത് കാണിക്കാതെ വരാനാ പറഞ്ഞത്. പൊന്നി, ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വാ. അതിവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ രാഘവേട്ട. വീട് പാമേ, വീട് നോക്കട്ടെ, ഞാൻ കണ്ടതാ. സത്യമേ, രാഘവൻ സാർ എന്താന്ന് വെച്ച് നോക്കിക്കോട്ടെ. എല്ലാം ഞാൻ അടുക്കിപ്പെറുക്കി വെച്ചോളാം. എന്ത് നോക്കാനാ? ചുമ്മാ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി കാണിക്കുന്ന ഇതൊക്കെ. ഇതിനകത്ത് എന്തിരിക്കുന്നടി? ഇങ്ങനെ കിടന്നു നോക്കാൻ നിധി ഇരിക്കുന്നോ? നിധി അല്ല എന്റെ പാമേ, ആ സ്വർണം ഞാൻ കണ്ടതാ. നമ്മുടെ മോനെ രക്ഷിക്കണ്ടേ? ആ സ്വർണത്തിന് വേണ്ടിയല്ലേ അവരെ പിടിച്ചോണ്ട് പോയത്. അത് കൊടുക്കണം, അത് കൊടുക്കണം, അത് കണ്ടെത്തി കൊടുക്കണം. എനിക്ക് എന്റെ മോനെ രക്ഷിക്കണം. എനിക്കറിയാം, അത് ഇതിനകത്തില്ലെങ്കിലും ഈ വീടിനകത്ത് എവിടെയോ ഉണ്ട്. ചുമ്മാ എവിടെയുണ്ട്. പിന്നെ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. എനിക്കെന്റെ മോനെ എന്റെ വീട്ടിൽ കൊണ്ടുവരാനുള്ളതാ. കണ്ടില്ലേ ഈ ഭ്രാന്ത് തുള്ളുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ പോലീസ് കൊണ്ടുപോയതിന്റെ വിഷമം കാണും. അതിപ്പോ എനിക്കുമില്ലേ? എന്ന് വെച്ചാ ഇങ്ങനെ ഭ്രാന്ത് തുള്ളിയിട്ട് എന്താ കാര്യം? ഈശ്വര, എനിക്കറിയില്ല ഈ ദുരിതങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ പിള്ളയെ വിളിച്ചേ, കുന്നും പറയും കാർത്തികേയ ക്ഷേത്രം എവിടെയാണെന്ന് തിരക്ക്. ഈ വീട്ടിൽ സ്വസ്ഥത വരണമെങ്കിൽ ആ ജോത്സ്യം പറഞ്ഞ് വഴിപാട് നടത്തണം. ഇഴഞ്ഞും വലിഞ്ഞിട്ടുമാണെങ്കിലും ഞാനത് നടത്തും, നടത്തി നോക്കും. രാഘവേട്ടൻ മതി, ഇവിടെ എങ്ങും ഒന്നുമില്ല. ഉണ്ട്, ഈ വീട്ടിൽ എവിടെയാണുണ്ട്. അതെനിക്ക് ഉറപ്പാ. രാഘവേട്ട, ഞാൻ വിളിച്ചോളാം.
ഉണ്ടോ സാറേ എൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസ്? അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും കൂടി ഒന്നിച്ച് ജാമ്യം എടുത്തു പോകാൻ വേണ്ടിയിട്ടായിരുന്നു. മാഡം, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ കടമ. ഒരു സ്റ്റേഷൻ ഓഫീസർ കൈകാര്യം ചെയ്യേണ്ട കേസ് ACP ഏറ്റെടുത്ത് കേസ് കോടതിയിൽ എത്തിച്ചത് അബൂബക്കർ എന്ന സുഹൃത്തിനോടുള്ള ഉത്തരവാദിത്തോ അതോ അയാളുടെ പുത്തൻ പണത്തിനോടുള്ള ആഗ്രഹോ? എന്താ നിങ്ങൾക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. മാഡം, ഇതൊരു മിസ്സിംഗ് കേസ് ആകുമ്പോ ACP അന്വേഷിക്കണമെന്ന് പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ടോ? മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാകും എന്നല്ലേ? ബുദ്ധിമുട്ടാകണം. എന്നിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം നിങ്ങൾ കാണിക്കണം. ഞാനും ഒന്ന് നോക്കട്ടെ നിങ്ങൾക്കെതിരെ എനിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലേ? വിഷ്ണുട്ടാ, നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളാ. വിഷ്ണുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പൂട്ടാനുള്ള തൻ്റെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഒരു ദിവസം എന്നെ ലോക്കപ്പിൽ കയറ്റാന്നുള്ള തൻ്റെ കൊതി, അതൊരുമാതിരി പട്ടിയുടെ വായിലിരിക്കുന്ന ഇറച്ചി കഷ്ണം നോക്കി പൂച്ചയുടെ ഇരിപ്പൂല. ഇറച്ചി കഷ്ണം ഒട്ട് കിട്ടൂല, പട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടം പണി കിട്ടുകയും ചെയ്യും. ഇനി മേല എൻ്റെ വീടിനകത്ത് കയറി എൻ്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും നീ വേദനിപ്പിച്ചു എന്നറിഞ്ഞ നിന്റെ ഈ സ്ഥാനമാനങ്ങൾ, ഈ തൊപ്പിയുടെ മഹത്വമൊക്കെ ഞാനങ്ങ് മറക്കും. ഭീഷണിയാന്നോടാ? അത് തനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. കാരണം ഞാനിപ്പോ തീർത്ത നിരപരാധിയാ. പിന്നെ ആ മോഷണ കേസ്, അതിനൊരു തെളിവുമില്ല. ഇനി അതേറ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്നാ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എങ്കിൽ ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും. നീ പറഞ്ഞല്ലോ ആ മോഷണ കേസിനെതിരെ ഒരു തെളിവില്ലെന്ന്. അതിപ്പോ മോഷണ കേസല്ല, പകരം നടന്നിരിക്കുന്നതേ ഒരു ആത്മഹത്യാ ശ്രമമാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നീ കാരണമേ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കാര്യങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ ഊഹിക്കാമല്ലോ.